ഞാനിന്ന് പറയുന്നത് ഇന്ത്യൻ ചാര സംഘടനകളുടെ ചരിത്രത്തിലെ ഏറ്റവും ഉദ്യോഗജനകവും എന്നാൽ പരാജയപ്പെട്ടു പോയതുമായ ഒരു അധ്യായത്തെക്കുറിച്ചാണ്. സിനിമാ തിരക്കഥകളെ പോലും വെല്ലുന്ന രീതിയിൽ ആസൂത്രണം ചെയ്യപ്പെട്ട എന്നാൽ വിധി വൈപരീത്യം കൊണ്ട് പാതി വഴിയിൽ നിലച്ചുപോയ ഓപ്പറേഷൻ ദാവൂദ്. 2005 ജൂൺ മാസത്തിലെ ഒരു വൈകുന്നേരം ഡൽഹിയുടെ തിരക്കുകളിൽ നിന്ന് മാറി ഒരു രഹസ്യ കേന്ദ്രത്തിൽ ഇന്ത്യയുടെ സുരക്ഷാ ചാണക്യൻ അജിത് ഡോവൽ രണ്ട് അധോലോക ഗുണ്ടകൾക്കൊപ്പം ഒരു വലിയ ദൗത്യത്തിന് കരുക്കൾ നീക്കുകയായിരുന്നു. ഇന്ത്യ ഏറ്റവും കൂടുതൽ തിരയുന്ന ശത്രുവിനെ വീഴ്ത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നടന്ന ആ സംഭവ വികാസങ്ങൾ നോക്കാം. ഈ ഇന്ത്യയുടെ വേരുകൾ കിടക്കുന്നത് 1993 മാർച്ച് 12-നാണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ നഗരത്തെ നടുക്കിയ ആ പരമ്പര സ്ഫോടനങ്ങൾ 257 നിരപരാധികളുടെ ജീവൻ പൊലിഞ്ഞു. 700-ലധികം പേർ ചോരയിൽ കുളിച്ചു. ആ കൊടും ക്രൂരതയുടെ പിന്നിലെ ബുദ്ധികേന്ദ്രം ദാവൂദ് ഇബ്രാഹിം എന്ന അധോലോക നായകനായിരുന്നു. സ്ഫോടനത്തിന് ശേഷം ഇന്ത്യയുടെ പിടിയിൽ നിന്നും വഴുതിമാറിയ ദാവൂദ് ചെന്നെത്തിയത് പാകിസ്ഥാനിലാണ്. വെറുമൊരു അഭയാർത്ഥിയായല്ല, മറിച്ച് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുവാൻ കഴിയുന്ന ഒരു മാരകായുധമായിട്ടാണ് പാകിസ്ഥാൻ ദാവൂദിനെ സ്വീകരിച്ചത്. ISAയുടെയും പാക് സൈന്യത്തിന്റെയും സംരക്ഷണയിൽ കറാച്ചിയിലെ കൊട്ടാര സമാനമായ വീട്ടിൽ അയാൾ ഒരു രാജാവിനെ പോലെ വാണു. നയതന്ത്ര ചർച്ചകൾക്കും കത്തുകൾക്കും മുന്നിൽ ദാവൂദ് കീഴടങ്ങില്ലെന്ന് ബോധ്യപ്പെട്ട ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഒരു കാര്യം ഉറപ്പിച്ചു: ശത്രുവിന്റെ രീതിയിൽ തന്നെ അവനെ വേട്ടയാടണം എന്ന്. അവിടെയാണ് അജിത് ഡോവൽ എന്ന പേര് പ്രസക്തമാകുന്നത്. റിക്ഷാക്കാരനായി വേഷമാറി സുവർണ ക്ഷേത്രത്തിനുള്ളിലെ രഹസ്യ ചോർത്തിയതും മിസോറാമിലെ കൊടുംകാടിനുള്ളിൽ വിഘടനവാദികളെ നയതന്ത്രം കൊണ്ട് വശത്താക്കിയതും അദ്ദേഹത്തിന്റെ ചരിത്രമാണ്. വിരമിച്ച ശേഷവും ദാവൂദിനെ പിടികൂടുക എന്ന ലക്ഷ്യം അദ്ദേഹം ഉപേക്ഷിച്ചില്ല. നിയമപുസ്തകങ്ങൾ മാറ്റിവെച്ച് നിശബ്ദനായി അയാൾ തന്റെ ഇരക്കായി കാത്തിരുന്നു. എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും എവിടെയെങ്കിലും ഒരു പിഴവ് വരുത്തുമെന്ന് ഡോവൽ വിശ്വസിച്ചു. ദാവൂദിന്റെ കാര്യത്തിൽ അത് അയാളുടെ മകളോടുള്ള സ്നേഹമായിരുന്നു. 2005 പാക് ക്രിക്കറ്റ് താരം ജാവേദ് മിയാൻദാദിന്റെ മകൻ ജുനൈദും ദാവൂദിന്റെ മകൾ മഹ്റൂഖും തമ്മിലുള്ള വിവാഹം നിശ്ചയിക്കപ്പെട്ടു. ലോകം ഇതൊരു സാധാരണ വിവാഹമായി കണ്ടപ്പോൾ ഡോവൽ ഇതിൽ ഒരു സുവർണാവസരം കണ്ടു. സൗദി അറേബ്യയിലും പാകിസ്ഥാനിലും സുരക്ഷാ കാരണങ്ങളാൽ ഓപ്പറേഷൻ അസാധ്യമായിരുന്നു. എന്നാൽ ദുബായിലെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ വെച്ച് നടത്തുന്ന വിവാഹ സൽക്കാരം ദാവൂദിനെ കൊടുക്കാൻ ലഭിക്കുന്ന ഏക പഴുതാണെന്ന് ഡോവൽ തിരിച്ചറിഞ്ഞു. വിദേശ മണ്ണിൽ ഇന്ത്യൻ ഏജന്റുമാർ പിടിക്കപ്പെട്ടാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ നാണക്കേടുണ്ടാക്കും. അതിനാൽ ഡോവൽ ഒരു ചാണക്യ ബുദ്ധി പ്രയോഗിപ്പിച്ചു. ദാവൂദിനെ വധിക്കാൻ അയാളുടെ പഴയ ശത്രുവായ ഛോട്ടാ രാജനെ ഉപയോഗിക്കുക എന്നതാണ്. ഒരു കാലത്ത് ദാവൂദിന്റെ വലങ്കയായിരുന്ന രാജൻ പിന്നീട് കടുത്ത ശത്രുവായി മാറിയിരുന്നു. ബാങ്കോക്കിൽ വെച്ചു തന്നെ വധിക്കാൻ ശ്രമിച്ച ദാവൂദിന്റെ രക്തത്തിനായി രാജൻ ദാഹിക്കുകയായിരുന്നു. നേപ്പാളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന രാജനെ ഡോവൽ ബന്ധപ്പെട്ടു. ഇന്ത്യൻ ഇന്റലിജൻസിന്റെ ബുദ്ധിയും അധോലോകത്തിന്റെ കരുത്തും കൈകോർത്തതോടെ ഓപ്പറേഷൻ ബ്ലൂ പ്രിന്റ് തയ്യാറായി. ദൗത്യത്തിനായി ഛോട്ടാ രാജന്റെ ഏറ്റവും മിടുക്കരായ 2 ഷാർപ്പ് ഷൂട്ടർമാരെ തിരഞ്ഞെടുത്തു: വിക്കി മൽഹോത്രയും ഫരീദ് തനാഷിയും. ഇവർ അതീവ രഹസ്യമായി ഡൽഹിയിലെത്തി. ദുബായിലെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിന്റെ ഭൂപടം, സ്നൈപ്പർ പരിശീലനം, അത്യാധുനിക ആയുധങ്ങൾ, വ്യാജ പാസ്പോർട്ടുകൾ എന്നിവയെല്ലാം ഡോവൽ അവർക്ക് നൽകി. ജൂലൈ 23-ന് ദുബായിൽ വെച്ച് ദാവൂദിന്റെ അന്ത്യം കുറിക്കാൻ ഉറപ്പിച്ചു. പരാജയപ്പെട്ടാൽ രാജ്യം കൈവിടുമെന്നറിഞ്ഞിട്ടും ഡോവൽ തന്റെ ദൗത്യവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്തു. ജൂലൈ 18, 2005 ഷൂട്ടർമാർക്ക് അവസാന നിർദ്ദേശങ്ങൾ നൽകാൻ അജിത് ഡോവൽ ഡൽഹിയിലെ ഹോട്ടൽ മുറിയിലെത്തി. എല്ലാം കൃത്യം. എന്നാൽ പെട്ടെന്നാണ് മുംബൈ പോലീസ് ക്രൈംബ്രാഞ്ച് സംഘം ആ മുറിയിലേക്ക് ഇരച്ചു കയറിയത്. വിക്കി മൽഹോത്രയെ ഒരു പഴയ കേസിൽ പിടികൂടാൻ എത്തിയതായിരുന്നു അവർ. മുറിക്കുള്ളിൽ ഇരിക്കുന്നതോ രാജ്യത്തിന്റെ മുൻ രഹസ്യാന്വേഷണ തലവനാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. ഡോവൽ അവരോടൊരു കാര്യം വിശദീകരിക്കാൻ ശ്രമിച്ചു. ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ദൗത്യമാണെന്ന് പറഞ്ഞു. എന്നാൽ മുംബൈ പോലീസ് വഴങ്ങിയില്ല. നിയമപരമായ വാറന്റ് ഉണ്ടെന്നും തങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തരുതെന്നും അവർ ശഠിച്ചു. കാര്യങ്ങൾ കൈവിട്ടു പോയതോടെ ഡോവൽ മുംബൈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ വിളിച്ചു. എന്നാൽ വകുപ്പിലെ ഏകോപനമില്ലായ്മയും രഹസ്യ സ്വഭാവവും കാരണം ഈ ഓപ്പറേഷനെ കുറിച്ച് അറിവില്ലാതിരുന്ന ഉന്നത ഉദ്യോഗസ്ഥർ പ്രതികളെ വിട്ടയക്കാൻ തയ്യാറായില്ല. വിക്കി മൽഹോത്രയും ഫരീദും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇന്ത്യ വർഷങ്ങളായി കാത്തിരുന്ന ആ വലിയ മാസ്റ്റർ പ്ലാൻ ഒരു നിമിഷം കൊണ്ട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു.
മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ ദാവൂദ് ജാഗ്രത പാലിക്കുകയും ദുബായിലെ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. ഒരുപക്ഷെ അന്ന് മുംബൈ പോലീസ് ആ മുറിയിൽ കയറിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യൻ ചരിത്രം മറ്റൊന്നായേനെ. ദാവൂദ് ഇബ്രാഹിം എന്ന അധോലോക നായകൻ 2005 തന്നെ ഇല്ലാതാക്കപ്പെട്ടേനെ. മുംബൈ പോലീസിൽ ദാവൂദിന്റെ ചാരന്മാർ ഉണ്ടായിരുന്നോ അതോ വെറുമൊരു ഏകോപനമില്ലായ്മ ആയിരുന്നോ ഇത് എന്നത് ഇന്നും തർക്ക വിഷയമാണ്. അജിത് ഡോവൽ ഇന്ന് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. സർജിക്കൽ സ്ട്രൈക്കുകളുടെ ബുദ്ധി കേന്ദ്രവുമാണ്. എങ്കിലും തന്റെ കരിയറിലെ ആ പരാജയപ്പെട്ട ഓപ്പറേഷനെ കുറിച്ച് അദ്ദേഹം ഇന്നും മൗനം പാലിക്കുന്നു. ദാവൂദ് ഇന്നും പാകിസ്ഥാന്റെ സംരക്ഷണയിൽ പിടികിട്ടാപ്പുള്ളിയായി തുടരുന്നു. നിയമത്തിന്റെ നൂലാമാലകളും ഉദ്യോഗസ്ഥ തലത്തിലെ പിടിവാശികളും ഇല്ലായിരുന്നുവെങ്കിൽ അന്ന് ആ ഹോട്ടൽ മുറിയിൽ നിന്ന് പുറപ്പെട്ടത് ഇന്ത്യയുടെ അഭിമാനം വീണ്ടെടുക്കുന്ന വെടിയുണ്ടകൾ ആകുമായിരുന്നു.